മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഫയലിൽ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തുവെന്നാണ് പരാതി. അതേസമയം വിദ്യാഭ്യാസ യോഗ്യതയിലെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും മൂവാറ്റുപുഴ നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭാധ്യക്ഷ ജോയ്സ് മേരി ആന്റണി വിജയിച്ച നഗരസഭ 24 വാർഡിലെ വോട്ടർ പുള്ളൂർക്കുടിയിൽ PV ഷാജിയാണ് ഹർജിക്കാരൻ. കേരള മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 164 പ്രകാരം ജോയ്സ് മേരി ആന്റണിയെ അയോഗ്യയാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നാമനിർദ്ദേശ പത്രികയോടൊപ്പം കേരള മുനിസിപ്പൽ ആക്ടിലെ സെക്ഷൻ 108 ഉപവിഭാഗം അനുസരിച്ച് ഫോറം നമ്പർ 2 ഫയൽ ചെയ്ത വിദ്യാഭ്യാസ യോഗ്യത സീനിയർ സെക്കൻഡറിയാണ്. എന്നാൽ ഫോറം നമ്പർ 2A നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത അരുണോദയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2020 BBA പാസ്സായി എന്നാണ്. ഇത് വ്യാജമാണെന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ വിവിധ ബാങ്ക് വായ്പകളുടെ വിവരണത്തിലും ശാഖകളുടെ പേര് മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും ആസ്തികൾ, ബാധ്യതകൾ എന്നിവ സംബന്ധിച്ച പ്രസ്താവന പരസ്പര വിരുദ്ധമാണെന്നും പറയുന്നു. തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തിയ ജോയ്സ് മേരി ആന്റണി ചെയർപേഴ്സണായി തുടരുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് CPM ഏരിയ സെക്രട്ടറി അനീഷം മാത്യു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസത്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജി എന്ന് പറയുന്നയാൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 2020 ശ്രീ ജോയ്സ് മേരി ആന്റണിയുടെ നോമിനേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കൃത്രിമങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ അനുമാനിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള മാർഗം സ്വീകരിച്ചയാൾ ഈ സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ളതാണ്. അതേസമയം വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മൂവാറ്റുപുഴ നഗരസഭാധ്യക്ഷ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. തന്റെ വിദ്യാഭ്യാസ രേഖകളെല്ലാം കൃത്യമാണെന്നും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി. ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടെന്നോ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉണ്ടെന്നോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ്. ഞാനൊരു നോട്ടീസ് എനിക്ക് കിട്ടുകയോ ഞാനതിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണ കേട്ടു. അങ്ങനെ ഞാനിതുവരെ അങ്ങനെ നോട്ടീസ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളടക്കത്തെ പറ്റി എനിക്ക് പ്രതിപാദിക്കാനും പറ്റുന്നില്ല. പക്ഷേ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മാറ്റർ ഈസ് അണ്ടർ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ കമന്റ്സ് പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമപരമായിട്ട് തന്നെ പോരാടുകയും മുൻപോട്ട് പോവുകയും ചെയ്യും. തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവുമുണ്ട്. വിഷയത്തിൽ കോടതിയിൽ ഹർജിയെത്തിയ സാഹചര്യത്തിൽ നിയമപരമായ പോരാട്ടത്തിലൂടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒരു നോട്ടീസും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.